അല്ല, അതല്ല, തികഞ്ഞ ഗുണ്ടായിസമാണ് SFIയും DYFI കാണിക്കുന്നത്. ഒരു നാട്ടിൽ ഒരു പൊതുപരിപാടി പോലും അല്ലാതെ നമ്മുടെ ഭരണഘടനയുടെ തലവനായിട്ടുള്ള ഗവർണറെ അദ്ദേഹം താമസിക്കുന്നിടത്ത് വന്ന് തടയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഒരു ഹൂളിഗനിസമാണ് SFI നടത്തുന്നത്. ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തമാണിത്. ഇത് ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല. ഒരു പൊതുപരിപാടിയിൽ മന്ത്രിമാരെയൊക്കെ കരിങ്കൊടി കാണിക്കാൻ ആൾക്കാർ വരുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗവർണർ അദ്ദേഹം താമസിക്കുന്നിടത്ത് തടയാൻ വരിക, അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നിയമവിരുദ്ധമായി അദ്ദേഹത്തെ ആക്രമിക്കാൻ വരിക എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും കേൾക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അതിന് നേതൃത്വം നൽകുന്നത് SFI അല്ല, CPM-ഉം മുഖ്യമന്ത്രിയുമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയാണ് ഈ അക്രമങ്ങളെല്ലാം ഗവർണർക്കെതിരെ നടത്തുന്നത്. മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇനിയും അത് തുടരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ ധിക്കാരപരമായിട്ടുള്ള നടപടി. ക്രമസമാധാന തകർച്ചയ്ക്ക് ഭരണകക്ഷി തന്നെ നേതൃത്വം നൽകുകയാണ്. ക്രമസമാധാന നില തകർന്നിരിക്കുകയാണ്. ഭരണത്തലവന് സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുന്നു. ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് തടയുന്നത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കില്ല. ഈ ധിക്കാരപരമായ നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും സംസ്ഥാനത്ത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗവർണർക്കെതിരെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തം ആവർത്തിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗവർണറെ വഴിയിൽ തടയാനും അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അലങ്കോലപ്പെടുത്താനും SFI DYFI ക്രിമിനൽ സംഘങ്ങൾ ശ്രമിച്ചാൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് അവിവേകമാണ് പറയുന്നത്? ഒരു സുപ്രീം കോടതി വിധിയുടെ അനുസരിച്ച് ഗവർണർ സർവകലാശാലകളിൽ ഇടപെടുന്നതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് എതിർക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഗവർണറുടെ നിലപാടുകൾ ചോദ്യം ചെയ്യാൻ SFIക്ക് എന്താണ് അവകാശം? ഈ ഗവൺമെന്റ് കാശ് ചെലവാക്കി സുപ്രീം കോടതിയിൽ പോയതാണ്. സർവകലാശാലകളുടെ നിയന്ത്രണത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിങ്ങൾക്ക് അവിടെ ഒരു റൈറ്റും ഇല്ല, ഗവർണർക്കാണ് ചാൻസലർ എന്നുള്ള എല്ലാ അധികാരവും എന്ന് പറഞ്ഞതിന് ശേഷം ഈ തെമ്മാടിത്തം കാണിക്കുന്നതിനാണോ നിങ്ങൾ ന്യായീകരിക്കുന്നത്? SFIയുടെ ഒന്നും തറവാട്ട് സ്വത്തല്ല കേരളത്തിലെ സർവകലാശാലകൾ. CPM പ്രവർത്തകരുടെ തറവാട്ട് സ്വത്തല്ല കേരളത്തിലെ സർവകലാശാലകൾ. പൊതുസമൂഹത്തിന്റെയാണ് കേരളത്തിലെ സർവകലാശാലകൾ. അവിടെ കയറി തെമ്മാടിത്തം കാണിച്ച തിരിച്ചും പ്രതിഷേധങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപാടികളിലും ഇത്തരം പ്രതിഷേധങ്ങൾ വന്നാൽ നമ്മുടെ നാട് ചോരപ്പുഴയുള്ളൂ. അത് വരുത്തി വെക്കാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നത്? ക്രമസമാധാന നില തകരുന്ന നിലയിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അല്ല, ഗവർണർ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ സുരക്ഷയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വേവലാതിയും ഇല്ല എന്ന് ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സുരക്ഷ കൊടുക്കണോ വേണ്ടയോ, ഗവർണറെ കല്ലെറിയാൻ വിടണോ വേണ്ടയോ എന്നൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ. എത്ര കാലം ഈ സർക്കാരിന് പോകാൻ കഴിയും? ഒരു ഭരണത്തലവനായിട്ടുള്ള ഗവർണറെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എത്ര കാലം പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? ഇവിടെ നിയമവാഴ്ച ഇല്ലെന്നാണോ വിചാരിക്കുന്നത്? ഈ സംസ്ഥാനം മാത്രമാണ് എല്ലാത്തിനും മുകളിലാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ക്രമസമാധാന നില സമ്പൂർണമായി തകരുന്ന നിലയിലേക്ക് ധിക്കാരപരമായ സമീപനം എടുക്കുകയാണ്. കാരണം ഈ പ്രതിസന്ധി, ഭരണ പ്രതിസന്ധി, സാമ്പത്തിക ഞെരുക്കം, പിന്നെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതൊക്കെ മറച്ചു വെക്കാൻ ഗവർണറെ ആക്രമിച്ചിട്ട് ശ്രദ്ധ തിരിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാനത് അല്ലല്ല, ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഗവർണറെ നിരന്തരമായി വഴി തടയുകയും അദ്ദേഹം വന്ന സ്ഥലത്ത് വന്ന് പേക്കൂട്ട് കാണിക്കുകയും ചെയ്യുന്ന തെമ്മാടി കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരും. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. മുഖ്യമന്ത്രി അറിയാതെ ആ പാർട്ടിയുടെ സെക്രട്ടറി ഇനിയും തുടരുമെന്ന് പറയോ? ഒരു വിവേകമുള്ള ആരെങ്കിലും പറയോ?
സംസ്ഥാനത്തിന്റെ ഭരണത്തലവനെ ഞങ്ങളെ SFIക്കാർ ഇനിയും തടയുമെന്ന് പറയാൻ മാത്രം അവിവേകപൂർണമായിട്ടുള്ള നേതാക്കന്മാർ, ഇത്രയും മെച്യൂരിറ്റി ഇല്ലാത്ത ഇയാളെയൊക്കെയാണ് പാർട്ടി സെക്രട്ടറിയാക്കി. മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ഗോവിന്ദന് പറയാൻ കഴിയില്ല. ഗവർണറെ കാണാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് ആർക്കും അല്ല, ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇതിലൊരു രാഷ്ട്രീയം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ആ ചോദ്യത്തിന്റെ ദുഷ്ടലാക്കി എനിക്ക് മനസ്സിലായി, പക്ഷെ കാണാൻ ചിലപ്പോൾ ഞാൻ പോയേക്കും.